ഓക്കെ ഫൈൻ. സോ നമ്മൾ ആംബിയേഴ്സിലൂടെ പ്രൂഫിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട്, എന്നാലേ പ്രൂഫ് മനസ്സിലാവും. ഡയറക്റ്റ്ലി ഞാൻ പ്രൂഫിലേക്കും പോകുന്നില്ല, കാരണം കുറച്ചുകൂടി കാര്യങ്ങൾ അതിനിടയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പ്രൂഫ് പറയാൻ എളുപ്പമാണ്. ചെറിയൊരു പ്രൂഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പക്ഷേ അതിന് മുമ്പ് ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ ചെയ്യണം. ആംബിയേഴ്സിലൂടെ പ്രൂഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ലോറൻസ് ഫോഴ്സിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പഠിച്ചാലേ ആംബിയേഴ്സിലൂടെ പ്രൂഫിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആംബിയേഴ്സ് ലോ മാത്തമാറ്റിക്കലി എങ്ങനെ സ്റ്റേറ്റ് ചെയ്യും ഒന്നുകൂടി ഫോർമുല വെച്ച്. അക്കോർഡിംഗ് ടു ആംബിയേഴ്സ് ലോ, ഫോഴ്സ് ബിറ്റ്വീൻ എനി ഓഫ്, ഇപ്പോൾ ഡെഫിനേഷൻ ഇതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്കൽ ഡെഫിനേഷനാണ്, ഇനി പറയാൻ പോകുന്നൊരു ഡെഫിനേഷനാണ്. അക്കോർഡിംഗ് ടു ആംബിയേഴ്സ് ലോ, ഫോഴ്സ് ബിറ്റ്വീൻ എനി ഓഫ് the two parallel infinitely long wires carrying currents I1 and I2 amperes separated by a distance a unit, centimeter or meter or unit, in air or vacuum ennu parayam. In air or vacuum is F is equal to mu 0 by 4 pi 2 into I1 into I2 by a Newton per meter. ഇങ്ങനെ എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഫോഴ്സ് അപ്പോൺ എനി ഓഫ് ദ ടു പാരലൽ വയേഴ്സ് പെർ മീറ്റർ ലെങ്ത് ഓഫ് ഈച്ച് ഓഫ് ദം ഇൻ എയർ ഓർ വാക്വം സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ് എ യൂണിറ്റ് ഈസ് ഗിവൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു. എന്തായാലും മാത്തമാറ്റിക്കൽ ടൈം കൊണ്ടുവരേണ്ടി വരും ഡെഫിനേഷൻ, അല്ലാണ്ട് പറയാൻ പറ്റില്ല. 0 by 4 pi into 2 I1 I2 by a. അപ്പം സ്റ്റേറ്റ്മെന്റ് പഠിക്കണം, ഒരു മാർക്കിന്റെ സ്റ്റേറ്റ്മെന്റ്, പിന്നെ പടം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരു മാർക്ക് കൂടിയാവും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ് പരീക്ഷകളിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് ഒക്കെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ എഴുതിയേക്കണം. നൗ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ആദ്യം ഒന്ന് പറയാം. അപ്പോൾ ഒരു ചോദ്യം ചെയ്തോളൂ. 2 വയേഴ്സ് ആർ ഇൻഫിനിറ്റ്ലി ലോങ്. ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻഫിനിറ്റ്ലി ലോങ് എന്നുള്ള വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫിനിറ്റ്ലി ലോങ്. ദേ ക്യാരി കറൻറ്റ്സ് 2 ആംപിയർ ആൻഡ് 3 ആംപിയർ separated by a distance of 20 centimeter in free space. Calculate the Lorentz force. ഉപയോഗിക്കാം വാക്ക്. ഈ ചാപ്റ്റർ വരുന്ന ഫോഴ്സ് മിക്കതും ലോറൻസ് ഫോഴ്സ് ആണ് കേട്ടോ. Calculate the Lorentz force between them. Calculate the Lorentz force between them. Between them. സിമ്പിളാണ്, ഒന്നുമില്ല. ആപ്ലിക്കേഷൻ ചെയ്യാനാണ്. നേരെ എൻ്റെ കൂടെ തന്നെ എഴുതിപ്പോയി. എഫ് ഇസ് ഈക്വൽ ടു mu 0 by 4 pi into 2 into ആ 2 തിയറിയിൽ കയറി വരും പിന്നീട് കേട്ടോ. 2 ആംപിയർ ഇൻറ്റു 3 ആംപിയർ ബൈ 20 സെൻറ്റിമീറ്റർ അല്ലേ, മീറ്റർ ആക്കണ്ടേ, SI യൂണിറ്റ് അതല്ലേ. 20 into 10⁻². സെൻറ്റിമീറ്റർ മീറ്റർ ആക്കി. ഈ ഏത് നേരം സെൻറ്റിമീറ്ററാണ്, സെൻറ്റിമീറ്റർ ഇട്ട് ചെയ്യല്ലേ, തെറ്റും. മ്യൂസിയുടെ വാല്യൂ ഓഫ് ചെയ്യാൻ പോണേ. എഫ് ഇസ് ഈക്വൽ ടു 4 pi ഇൻറ്റു 10⁻⁷ ബൈ 4 pi, ഈ 4 pi വെട്ടാം, ഇൻറ്റു 2 into 4 4 24 24 by 20 ഇൻറ്റു 10⁻². 10⁻² മുകളിൽ കയറ്റി ഇവിടെ വെച്ച് വെട്ടാം. പകുതിയാക്കാം 10, പകുതിയാക്കാം 12, വീണ്ടും പകുതിയാക്കാം 5, വീണ്ടും പകുതിയാക്കാം 6. ഇനി പകുതിയാക്കാനൊന്നും നടക്കില്ല. 6 into 100 600 by 5 15 120. സോ 120 എന്ന് കിട്ടും. 10⁻⁻7 അല്ലേ, നോക്കൂ. 24 പകുതിയാക്കി 12, 10 പിന്നെ പകുതിയാക്കി 6 5 6 5 6 into 100 600 by 5 120. 10ന്റെ പുറം -7 കിടപ്പുണ്ട്. ഇല്ലായില്ലോ. F is equal to 12 into 10⁻⁻, ഒരു പൂജ്യം ഇടാം, -6. n/m എഴുതാൻ മറക്കല്ലേ. ഇതാണ് ഉത്തരം. 12 into 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ. ചെറിയൊരു ഫോഴ്സ് ആണ് കിട്ടിയത്. ഡെസിമലിൽ വരുമ്പോൾ 0.00012 തരും. 0.0000012 ഇതാണ് എഴുതിയത് കേട്ടോ.
ന്യൂട്ടൺ പെർ മീറ്റർ. ചെറിയൊരു ഫോഴ്സാണ് കിട്ടിയത്. ഇതിൻ്റെ ഉത്തരത്തിൽ നമ്മൾ എടുത്തെഴുതും അട്രാക്റ്റീവ്. ഇത് എഴുതിയില്ലെങ്കിൽ അരമാർക്ക് കുറയും. പിന്നെ ഫോഴ്സ് ലൈക്ക് പാരൽ എന്ന ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അണ്ടർസ്റ്റുഡ് ആണ്, ലൈക്ക് പാരലാണ്, ഒരേ ഡയറക്ഷനിലാണ്. I1 ആംപിയറും I2 ആംപിയറും ഒരേ ഡയറക്ഷനിലാണ്. ഫോഴ്സ് അട്രാക്റ്റീവ് എന്ന് എഴുതി വയ്ക്കണം, കിട്ടുന്ന ആൻസർ. ഇത് ആൻസർ അത് തന്നെ എടുത്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനാണ്. വൺ മോർ ആപ്ലിക്കേഷൻ. ഇതൊക്കെ നോട്ടിലേക്ക് കോപ്പി ചെയ്യണം കേട്ടോ, സ്ലോ ആയിട്ട് ഞാൻ പറയണേ. 2 parallel wires carry currents 100 ampere and 200 ampere in opposite directions. Assuming the current carrying wires to be infinitely long, calculate the force between them. എന്ന് പറയുമ്പോൾ പെർ യൂണിറ്റ് ലെങ്ത് ആണ്, കാരണം ഡെഫിനിഷൻ യൂണിറ്റ് ലെങ്ത് ആണ്. ഫോഴ്സ് ബിറ്റ്വീൻ ദം എന്നേ പറയുള്ളൂ. The wires are separated by a distance of 2 meters in free space. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സൊല്യൂഷനിലേക്ക് വരാണ്. 4π × 10⁻⁻⁷. ഫോർമുല ആദ്യം എഴുതാൻ മറക്കല്ലേ, ഫോർമുല ഒന്നുകൂടി എഴുതണം. ബൈ 4π. എങ്ങനെ ആൻസർ തെറ്റിപ്പോയാൽ ഫോർമുല എഴുതി 1 മാർക്ക്. 2 × I1 എത്രയാണ്? 100 ആംപിയർ. I2 200 ആംപിയർ. ബൈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ഇൻ ഫ്രീ സ്പേസ് എത്രയാണ്? 2 മീറ്റർ. ഇട്ടുകൂടെ വെച്ച് വേണ്ട. F is equal to സിമ്പിൾ കാൽക്കുലേഷൻ. ആപ്ലിക്കേഷൻ പഠിപ്പിക്കുകയാണ്. എല്ലാം പോയില്ലോ, 2 ഉണ്ട് ബാക്കി അല്ലേ? ഈ 2 പോയില്ലോ. 2 × ഇവിടെ 4 0 ഉണ്ട്, അവിടെ -7 ഉണ്ട്. 10⁴ 10⁴. ബാക്കി 10⁻³ n/m എന്ന് എഴുതാൻ മറക്കരുത്. ഇനിട്ടാൽ മതി, ഇനി ഡെസിമൽ ആക്കിയൊന്നും എഴുതാമെന്നില്ല. 2 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ. വേണമെങ്കിൽ എഴുതാം മില്ലി ന്യൂട്ടൺ. മില്ലി ആണല്ലോ, 2 മില്ലി ന്യൂട്ടൺ. അങ്ങനെ ഞാൻ കണ്ടാലോ, ഒരു 4 ഉത്തരങ്ങൾ തരുമ്പോ പെർ മീറ്റർ. മില്ലി ന്യൂട്ടൺ അല്ലേ, 10⁻³ അല്ലേ? മില്ലിയെ കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻³ അല്ലേ വരാറ്. പിന്നെ മില്ലി എന്ന് പറയുമ്പോൾ 2 എഴുതിയാൽ മതിയോ. 2 മില്ലി ന്യൂട്ടൺ പെർ മീറ്റർ. എത്തിക്കരുത് കേട്ടോ. സോ ദിസ് ഈസ് സെക്കൻഡ് ആപ്ലിക്കേഷൻ. ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊന്നുമില്ല, ആപ്ലിക്കേഷൻ പഠിപ്പിക്കുകയാണല്ലോ. ഇപ്പോൾ സംഭവം എളുപ്പം. ഒരെണ്ണം കൂടി, മൂന്നാമത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരത്തിൻ്റെ ബ്രാക്കറ്റിൽ എഴുതണം റിപ്പൾസീവ്. എന്തുകൊണ്ടാ റിപ്പൾസീവ് ആവാൻ കാരണം? അൺലൈക്ക് പാരലൽ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ. ഇപ്പോൾ ഫോഴ്സ് അട്രാക്റ്റീവ് അല്ല, റിപ്പൾസീവ് എന്നുകൂടി എഴുതി വയ്ക്കാം ഉത്തരത്തിൽ. റിപ്പൾസീവ്. മൂന്നാമത്തെ ചോദ്യം. 2 electric power lines carry currents 2500 ampere and 3500 ampere, separated by a distance of 2.5 meters in free space. Calculate the Lorentz force between them. നേരെ കോപ്പി ചെയ്ത് F is equal to 4π × 10⁻⁷ by 4π into 2 × 2500. അത് I1ന്റെ വാല്യൂ. I2ന്റെ വാല്യൂ 3500. വലിയ കറണ്ട് ആവാൻ കാരണം എന്ന് വെച്ചാൽ പവർ ലൈൻ എന്നാണ് ക്വസ്റ്റ്യൻ. പവർ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്ട്രീറ്റിൽ കാണുന്ന ഹൈ പവർ ലൈൻ, 11 kV ലൈൻ, 11000 വോൾട്ടാണ്. അതിലെ പ്രവഹിക്കുന്ന കറണ്ടിൻ്റെ കറസ്പോണ്ടിങ് വോൾട്ടേജ് 11000 വോൾട്ടാണ്, 11,000 വോൾട്ട്. അതാണ് 11 kV ലൈൻ.
66 kV ലൈൻ അതിൻ്റെ മുകളിൽ കൂടെ പോകണം. വലിയ പൊക്കമില്ലാത്ത പോസ്റ്റിന് കൂടെ പോകുന്നത് 11 kV ലൈൻ, അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നത് 66 kV ലൈൻ. 66 kV ലൈൻ, അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നത് 110 kV ലൈൻ. 110 kV ലൈൻ. ഇത് ഹൈ പവർ ലൈനാണ്. അതിനൊക്കെ മുട്ടി കഴിഞ്ഞ അവിടെ നിന്ന് കരിഞ്ഞു. നമ്മൾ കണ്ടിട്ടില്ല, ഇലക്ട്രിക് ലൈനിൽ കയറി വർക്ക് ചെയ്യുന്ന ആളോ അതിൽ കരിഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ ന്യൂസ് കുറേക്ക് വായിച്ചല്ലോ. ഇതാണ് സംഭവം. 66 kV ലൈനും ഡേഞ്ചറസാണ്. 11 kV ലൈനും കയറി പിടിച്ചു നോക്കണ്ട, അതും ഡേഞ്ചറസാണ്. 11,000 വോൾട്ടാണ്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ ഫാൻ കുത്തുന്ന പ്ലഗിൻ്റെ അകത്ത് കൈ അറിയാണ്ട് മുട്ടിയാൽ തന്നെ 220 വോൾട്ടേ ഉള്ളൂ. നമ്മുടെ വീടുകളിൽ കിട്ടുന്ന സപ്ലൈ 220 വോൾട്ടേ ഉള്ളൂ. വെറും 220 വോൾട്ട്. അതവിടെ കിടക്കുന്നു. 11,000 വോൾട്ട് അവിടെ കിടക്കുന്നു. 66,000 വോൾട്ട്. 1,10,000 വോൾട്ട്. 11,000 വോൾട്ട് അവിടെ കിടക്കുന്നു. 220 വോൾട്ട് അവിടെ കിടക്കുന്നു. ഇതാണ് AC സപ്ലൈ. നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക് അയൺ അല്ലെങ്കിൽ ഫാൻ, ട്യൂബ്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ വർക്ക് ചെയ്യുന്നത് 220 വോൾട്ടിലാണ്. മാക്സിമം 250 വോൾട്ട് വരെ കയറും. ലൈൻ വോൾട്ടേജ് കൂടുതൽ കയറി വന്നാൽ AC വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് എങ്ങനെ ഫ്ലക്ച്വേഷനിൽ കൂടുതൽ വോൾട്ടേജ് കയറി വന്നാൽ ഇതൊരു 250 വരെയൊക്കെ പോയാൽ അപ്പുറത്തേക്ക് പോയാൽ ഉപകരണങ്ങളൊക്കെ കേടാവും. മിന്നലുണ്ടാവുന്ന സമയത്തൊക്കെ 400, 500, 600 വോൾട്ടിലേക്ക് കയറി വരും. അപ്പോഴാണ് നമ്മൾ മിന്നലുണ്ടാവണമെന്ന് ഒരു ധാരണ. മഴയൊക്കെ വന്നു നമ്മൾ പ്ലഗ് ഊരിയിടും. ഫ്രിഡ്ജ് പ്ലഗിൽ നിന്ന് വേർപെടുത്തിയിടും. TV ഡിറ്റാച്ച് ചെയ്തിടും. പ്ലഗിൽ നിന്ന് ഊരിട്ട് കഴിഞ്ഞാൽ പിന്നെ സേഫായി. അല്ല നമ്മൾ ഓൺ ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിൽ ലൈൻ കയറി വരാം. സാധാരണ വോൾട്ടേജ് ഇതിൽ നിന്നൊരു ഷോക്ക് കിട്ടിയാൽ പോലും ചിലപ്പോൾ പിടിച്ചവിടെ ഇരിക്കും. സോ ഇത് സാധാരണ ചെറിയ വോൾട്ടേജ് ആണെങ്കിൽ പോലും ഡേഞ്ചറസ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ഹൈ പവർ ലൈനാണ്. അതുകൊണ്ടാണ് ഈ 2,500 ആംപിയർ എന്നൊക്കെയാണ് തന്നത്. 3,500 ആംപിയർ. ഒരു 2.5 മീറ്റർ ഗ്യാപ്പുണ്ട് 2 വയറിൻ്റെ ഇടയ്ക്ക്. കാൽക്കുലേഷൻ ചെയ്ത് ബൈ 2.5 മീറ്റർ. അത് മീറ്ററാണല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ദശാംശങ്ങളെ 25 ഇവിടെ എത്ര വരും? ഇത് വെട്ടിയാൽ 25 2 തമ്മിൽ 10ൻ്റെ വ്യത്യാസം. ഒരു 10 പിന്നെ 2 0. 10 2 0. അപ്പോൾ 1000 കിട്ടിയത്. 2.5 ഇൻറ്റു 1000 അല്ലേ 2,500. ഒരു 1000 ഉണ്ട്. 4π F is equal to 2 ഇൻറ്റു 35 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70. ഒരു 0 അവിടെ നിൽക്കുന്നത്. 7 ഇൻറ്റു 2 ഇൻറ്റു 35 70. അപ്പോൾ 7 എഴുതി. 70 0 ആണ് നോക്കട്ടെ. 3 2 5. ആ 0 കൂടെ 6. ബാക്കി -1. അതായത് 0.7 ന്യൂട്ടൺ പെർ മീറ്റർ. ഇത്രയും ഫോഴ്സാണ്. അവിടെ ഇൻഫിനിറ്റ്ലി ലോങ് ക്വസ്റ്റിൽ പറയുന്നില്ല. നമ്മൾ അസ്യൂം ചെയ്തു. പവർ ലൈൻ അങ്ങനെ ആണല്ലോ, ഒരു പോസ്റ്റിൽ നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് വലിച്ച് കൊണ്ടായിക്കാണല്ലോ. അപ്പോൾ അത് ഇൻഫിനിറ്റ്ലി ലോങ് എടുക്കാൻ പ്രത്യേകം പറയില്ല. ഇപ്പം 3 ആപ്ലിക്കേഷൻ ക്ലിയർ ആയല്ലോ. ഇത് മതിയാവും ഒരു ചെറിയ ഐഡിയ കിട്ടാനാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ആംബിയേഴ്സിനോട് പ്രൂഫിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാം.